ഹലോ ഗോയ്സ്, വീണ്ടും ബോർമാൻ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇലക്ഷനൊക്കെ എല്ലാത്തിനും ഒരു തീരുമാനമായി. മോഡി വീണ്ടും മൂന്നാമത്തെ തവണ PM ആയി. ഇത്തവണ നമുക്ക് നല്ലൊരു ഒപ്പോസിഷൻ ഉണ്ട്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു 10, 20, 21 പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്ന ഒരു അലയൻസ് ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചായിരിക്കും അടുത്ത തവണ. അതുകൊണ്ട് BJP വേഴ്സസ് ഇന്ത്യ അങ്ങനെയായിരിക്കും ഇനി ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ UP-യിൽ നല്ലൊരു അടി കിട്ടി. സൗത്തിൽ വലിയ മോശമൊന്നുമില്ലായിരുന്നു. മഹാരാഷ്ട്രയിൽ അടി കിട്ടി. ഒഡീഷയിൽ രക്ഷപ്പെട്ടു. രാജസ്ഥാനിൽ അടി എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇതൊക്കെ കൊണ്ട് BJP ഇനി നന്നായിക്കോളും. കാരണം അമ്മാതിരി ഒരു അടിയാണ് ഉണ്ടായിട്ടുള്ളത്. JP നന്ദ RSSന്റെ ഹെൽപ്പില്ലാതെ തന്നെ നമ്മൾ 400 ക്രോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരു ഡയലോഗ് അടിച്ചിരുന്നു. അത് ചെറിയൊരു തള്ളലായിരുന്നു. അന്നേ എന്നുണ്ടായിരുന്നതാണ്, ഒരു തള്ളലായിരുന്നത്. എന്നാൽ ഇങ്ങനൊന്നും തള്ളരുതായിരുന്നു കേട്ടോ. RSSും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ഒരു 300, 350 അടിക്കാൻ പറ്റിയ പാർട്ടിയായിരുന്നു. ഇതിപ്പോൾ ബീഹാർ അല്ല UP പോയി. എന്നാൽ ഇങ്ങനത്തെ ഒരു പോക്കൊക്കെ സമാജ്വാദി പാർട്ടിക്കൊക്കെ ജയിക്കാൻ പറ്റുമെന്നൊക്കെ വെച്ചാൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല കേട്ടോ. അയോധ്യ പോയി. അയോധ്യ ഇത്തവണ നല്ലൊരു ഫാക്ടർ ആയിരുന്നു. പക്ഷെ അവിടുത്തെ സീറ്റും പോയി. ഇച്ചിരി അഹങ്കാരം കൂടിയതിൻ്റെ സംഭവമാണത്. കാരണം 2 തവണ ഞങ്ങൾ വന്നു, ക്ലിയർ മെജോറിറ്റി ആയിരുന്നു. അതുകൊണ്ട് 3ാമത്തെ തവണയും ഞങ്ങൾ തന്നെ കയറുന്നുള്ളതിൻ്റെ ചെറിയൊരു അഹങ്കാരമായിരുന്നു. 400 സീറ്റൊക്കെ എത്തൂല എന്ന് അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നെ ഇലക്ഷനല്ലേ, രാഷ്ട്രീയമല്ലേ, തള്ളണം, ഇതൊക്കെ വേണമല്ലോ, തള്ളണമല്ലോ. പിന്നെ കേരളത്തിൽ ഇത്തവണ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കനൽ ഒരു തരി മാത്രമേ ഉള്ളൂ. അത് അന്വർത്ഥമായി. അതെന്തായാലും നമ്മുടെ ഈ ട്രോളന്മാർക്കൊക്കെ നല്ല ചാകരയായിരിക്കും. ഇനി കനലൊരു തരി മാത്രം. ആ പാവപ്പെട്ട രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഇനി പാർലമെന്റിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരില്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ബാക്കിയുള്ളത് തമിഴ്നാട് നിന്നുള്ള 2 പേരാണ്. അവന്മാർക്ക് മലയാളം അറിയുന്നുള്ളത് തന്നെ സംശയമാണ്. അതുകൊണ്ട് ഇദ്ദേഹം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുമല്ലോ. സുരേഷ് ഗോപി ഉണ്ടല്ലോ, സാരമില്ല, അവരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലോ. സുരേഷ് ഗോപി ഇത്തവണ നല്ല വിജയമായിരുന്നു. നല്ലൊരു അടിപൊളി, അതായത് ഇത്തവണ തൃശ്ശൂർ എടുക്കില്ല എന്നൊക്കെ ഡയലോഗ് അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു അടിയായിരുന്നു അത്. അദ്ദേഹം വന്നു. ഇനി തൃശ്ശൂർ അടിപൊളിയായിരിക്കും. BJPയുടെ വോട്ട് ഷെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ BJPക്ക് ഒരു 4 MLA-മാരെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. INC നല്ല ഹാപ്പിയാണ് ഇത്തവണ എല്ലാവരും. അവർക്ക് ജയിക്കാനായില്ല. INCക്ക് മാത്രം കിട്ടിയത് 99 സീറ്റ്സാണ്. വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷെ എന്നാൽ ഇന്ത്യ അലയൻസിന് അവരെല്ലാവരും ഹാപ്പി ആയിരിക്കും. പിന്നെ ഈ അലയൻസ് ജയിക്കാത്തത് നന്നായി എന്ന് തോന്നുന്നുണ്ട്. കാരണം INC ഉണ്ട്, സമാജ്വാദി പാർട്ടി ഉണ്ട്, നമ്മുടെ ദീദി ഉണ്ട്, ഠാക്രേസ് ഉണ്ട്, യാദവ്സ് ഉണ്ട്, പിന്നെ ആരാ സൗത്ത് നിന്ന് ആരാ, നമ്മുടെ സ്റ്റാലിൻ. അങ്ങേരൊക്കെ പെട്ടികെട്ടി ഇരിക്കുകയായിരുന്നു. ഞാൻ തന്നെ അടുത്ത PM. ഇന്നത്തെ തമിഴ്നാടെ കാപ്പാത്തുകൾക്ക് എനിക്കൊരു ചാൻസ് കിടച്ചെടുക്ക്. ഇനി ഇന്ത്യയെ കാപ്പാത്തുകൾക്ക് നിങ്ങൾ എന്നെ സഹായിക്കണം എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു. മോനെ പിടിച്ച് അടുത്ത CM ഒക്കെ ആക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആളായിരുന്നു. എന്തായാലും അതൊക്കെ പോയി. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആള് സ്റ്റാലിൻ അണ്ണാച്ചി തന്നെയാണ്. അപ്പം മോഡിജിക്ക് എന്തായാലും ചെറിയൊരു അടി കിട്ടി. ഇനി മോദിജി നന്നാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നന്നായാൽ പാർട്ടിക്ക് കൊള്ളാം, അല്ലെങ്കിൽ പിന്നെയും കൊള്ളും.